മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തി തയ്യാറാക്കാം. വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേകാനായിട്ട് ആവശ്യമായിട്ട് ഉള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വിസിൽ വരുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് അല്ലെങ്കിൽ കസ്കസും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോഴേക്കും തന്നെ അത് ഇതുപോലെ ഒന്ന് സ്വെല്ല് ചെയ്ത് വരും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ മധുരത്തിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഡേറ്റ്സ് ഒന്ന് സോക്ക് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ക്യാരറ്റ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയതാണ്. ഇനി ഞാനിതിലേക്ക് 2 ചെറിയ പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴമാണെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ ചെറിയ പഴമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ആ പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് പഴം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 7 ബദാമും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ബദാം ഞാനൊന്ന് സോക്ക് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. സോക്ക് ചെയ്തിട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഡേറ്റ്സ് സോക്ക് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ഏലക്കയുടെ കുരുവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. 1/2 കപ്പ് പാലും കൂടി ചേർത്ത് ഇത് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു പാകത്തിനാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി നമുക്ക് ലൂസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. നമ്മൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ക്യാരറ്റും ഡേറ്റ്സും ബദാമും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. നമുക്കിത് ഗ്ലാസ്സുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. സബ്ജ സീഡ്സിന് പകരം ചിയ സീഡ്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കായാലും കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. ക്യാരറ്റ് ചേർത്തിട്ട് ഇതുപോലെ ഒരു സ്മൂത്തി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും സബ്ജ സീഡ്സ് സോക്ക് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സ്മൂത്തി തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.